എന്നിട്ട് നമ്മൾ ജഗദമ്മ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഫുൾ ട്രിവാൻഡ്രം സ്ലാങ് ആണ്, തിരുവനന്തപുരം സ്ലാങ് ആണ്. എന്തും ഫേസ് ചെയ്യണം. നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുകയാണെങ്കിൽ നെഗറ്റീവ് എന്തായാലും പറയും. കലേഷ് രാമാനന്ദ് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കോൺഫിഡൻസും കൂടെയാണ് ഞാൻ ഈ സിനിമയിലോട്ട് വന്നതിന്റെ ഒരു പ്രചോദനം. ഡയറക്ടർ പുതിയ ഒരാളാണ്. നിങ്ങൾക്ക് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ മകനാണ് അഭയ് ശങ്കർ. ഹലോ, ഞാൻ ശ്രദ്ധ ഗോകുൽ. ഞാനിപ്പോൾ ഉള്ളത് അഭയ് ശങ്കർ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ മൂവിൻ്റെ സെറ്റിലാണ്. ഞാൻ തന്നെ പുള്ളിനെ കാണാൻ പോകുന്നതും സെൽവ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ റെഫർ ചെയ്താണ് ഞങ്ങൾ സംസാരിക്കുന്നതും ആ ഒരു അടുപ്പം ബിൽഡ് ചെയ്യുന്നതും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭയ് ശങ്കർ. ഈ ഫേസ് ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയതായിരിക്കാം, എന്നാലും കുറച്ച് നാളായി ഒരു സിനിമയൊക്കെ അഭിനയിച്ച് വന്ന ഒരു സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്. ഈ പേരിടാത്ത ചിത്രം ഒരു ഹൊറർ മോഡൽ എടുക്കുന്ന ഒരു ചിത്രമാണ്. ചെന്നൈ ബേസ്ഡ് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ എടുക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കലേഷ് രാമാനന്ദ്, അതുപോലെ തന്നെ കലാരഞ്ജിനി, ഈ രണ്ടുപേരും മുഖ്യ കഥാപാത്രം അഭിനയിക്കുന്നതിൽ ശ്രദ്ധ ഗോകുൽ, ഈ വരുന്ന ദൃശ്യം 3-ലും ഒക്കെ അഭിനയിക്കുന്ന ശ്രദ്ധ ഗോകുൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. ഇതിൻ്റെ ക്രൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രശാന്ത് പ്രണവം ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ ശ്രീജിത്ത് എടവന, പുള്ളിക്കാരൻ്റെ ശിക്കാരി ശംഭു, അതുപോലെ തന്നെ പല ഹിറ്റ് പാട്ടുകൾ നൽകിയിട്ടുള്ള ശ്രീജിത്ത് എടവനയാണ് നമ്മുടെ ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ചെയ്തിരിക്കുന്നത്. നമ്മുടെ അയ്യപ്പൻ നായർ, പ്രിയദർശൻ സാറിൻ്റെ പ്രിയ എഡിറ്റർ അയ്യപ്പൻ നായരാണ് ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ട്രാവൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പ്യുവർ ജോണർ ഹൊറർ ആണെങ്കിലും ഒരു ഫാമിലിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും കുടുംബ പ്രേക്ഷകർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു എൻ്റർടൈനർ തന്നെയായിരിക്കും. ആദ്യത്തെ സ്ക്രിപ്റ്റും ആദ്യത്തെ സംവിധാന സംരംഭങ്ങൾ ആയതുകൊണ്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക ആശംസകളും നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടും എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു എന്താ പറയുക, ഹീറോ ആയിട്ട് ആണ് ആദ്യമായിട്ട് സിനിമയിൽ വന്നതെങ്കിലും, ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ മുന്നേ എഴുതി വെച്ചിരുന്നൊരു സ്ക്രിപ്റ്റായിരുന്നു. ഞാൻ സംവിധാനം ചെയ്യണം എന്നുള്ള ഒരു തരത്തിലുള്ള പ്ലാനും ഉണ്ടായിരുന്നല്ല. പക്ഷേ മേ ബി സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടോ സംവിധാന രംഗത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് എൽ ജഗദമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷം, ഉർവശി ചേച്ചിയോട് അഭിനയിച്ചതിന് ശേഷം കിട്ടിയ ആ ഒരു സൗഹൃദം, അതിൽ നിന്ന് ഈ സിനിമയിലേക്ക് കയറിയ ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. സോ ഇതിൽ ഒരു ഹൊറർ മൂഡിലുള്ളൊരു ചിത്രമാണ്. മലയാളവും തമിഴും ചേർന്ന് ഒരു ബൈലിംഗലായിട്ട് ചെയ്യുന്നൊരു ചിത്രമാണ്. ആദ്യമായിട്ട് ഞാൻ കലേഷ് ബ്രദറിൻ്റെ അടുത്ത് ഈ കഥ പറയുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. നമുക്ക് ചെയ്യാം ബ്രദർ എന്ന് പറഞ്ഞ് അതിനുശേഷം നമ്മൾ ഈ ഒരു കഥയിലോട്ട് കയറുമ്പോൾ എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്കും. ഞാൻ ആദ്യം ഒരു നവാഗതനായ സംവിധായകൻ എന്നുള്ള നിലയിൽ ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ തരുന്ന ഈ ഒരു എക്സ്പീരിയൻസിൽ വരുന്ന കലേഷ് രാമാനന്ദ് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു കോൺഫിഡൻസും കൂടെയാണ് ഞാൻ ഈ സിനിമയിലോട്ട് വന്നതിൻ്റെ ഒരു പ്രചോദനം. എനിക്കിപ്പം പറയാനാണെങ്കിൽ ആക്ച്വലി അഭയ് എൻ്റെ അടുത്ത് ജഗദമ്മയുടെ സെറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി, ഒരുമിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം, ഷൂട്ടൊക്കെ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷം, ബ്രദർ എൻ്റെ അടുത്തൊരു കഥയുണ്ട്, എനിക്കത് സിനിമ ചെയ്യാനൊന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു
നിങ്ങൾ ആക്ടറല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അല്ല ബ്രദർ, ഞാനൊന്ന് ഒരു പടം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെരി ഗുഡ്, നമുക്ക് കഥ കേൾക്കാം. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹൊറർ മാത്രമല്ല, ഇതിനകത്ത് ഹൊറർ ജോണർ ഉണ്ടെങ്കിലും ഹ്യൂമറിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അപ്പോൾ എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു, ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു കുറേ സീൻസും അതിൻ്റെ ഹ്യൂമറും ഒക്കെ എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് അമ്മ ആരാ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ കലാരഞ്ജനി ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അത് ഭയങ്കര അടിപൊളിയായിരിക്കുമല്ലോ. മാത്രമല്ല എനിക്കും വലിയൊരു അനുഗ്രഹമാണ്. ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു, ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ. അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കലചേച്ചിയുടെ കൂടെ ഒരു ലീഡ് റോള് ചെയ്യുന്ന ഒരു സിനിമയിൽ കലചേച്ചി എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തെ നർമ്മത്തിൻ്റെ സാധ്യതകൾ, ഹ്യൂമർ ഞാൻ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും സിനിമകൾ ഒരു 10 സിനിമകളോളം ചെയ്തു. എന്നാലും ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയ ഫേസസ് എന്ന് പറഞ്ഞ സിനിമയിൽ പോലും ഫുൾ ത്രില്ലറായിരുന്നു. അതാണെങ്കിൽ സസ്പെൻസും ത്രില്ലറും ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഹ്യൂമറും എന്നാൽ ഹൊററും കൂടിയുള്ള ഒരു സിനിമ കിട്ടിയപ്പോഴത്തേക്കും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. ഒരിക്കലും ഇല്ല. ഞാൻ ആക്ച്വലി താങ്ക്സ് ആണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടതല്ലേ, ഞാൻ അയ്യോ വളരെ നന്ദി ബ്രദർ, ഇങ്ങനെ ഒരു കഥ ആയിട്ട് വന്ന്. എസ്പെഷ്യലി ഈ കഥാപാത്രം എന്താ പറയണ്ടേ, നമ്മളിപ്പോൾ സെൽവ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എല്ലാം തികഞ്ഞ ഒരു കഥാപാത്രമാണ്. സെൽവ ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. മറ്റേ ഇതിലെ വർഷങ്ങൾക്ക് ശേഷത്തിലെ മറ്റേ ക്യാരക്ടർ ആണെങ്കിൽ ഇന്ദ്രധനുഷ്, ജ്ഞാപകം പാട്ടടിച്ച് മാറ്റുന്ന ആ മ്യൂസിക് ഡയറക്ടറും അതും ഒരു ചെറിയൊരു വില്ലനിസം ഉള്ള ക്യാരക്ടർ. ഇപ്പം അവസാനമായിട്ട് ചെയ്ത ഫേസസിലും ഒരു സീരിയസ് റോളായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ത്രൂ ഔട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് അനങ്ങി ചെയ്യാൻ പറ്റുന്ന, ഇളകി ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കഥാപാത്രം. ഈ കഥാപാത്രം പറയുമ്പോഴും ഞാൻ തന്നെ പുള്ളിനെ കാണാൻ പോകുന്നതും സെൽവ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ റെഫർ ചെയ്താണ് ഞങ്ങൾ സംസാരിക്കുന്നതും ആ ഒരു അടുപ്പം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു സെൽവ എന്ന് പറഞ്ഞതിന് വെളിയിൽ വന്ന് ഒരു വേറൊരു ക്യാരക്ടർ, അതിപ്പോ ഒരു കോമഡിയും അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിപ്പോ ഒരു ഹൊറർ പടമാണ്, അപ്പൊ അതിൻ്റെതായ ഒരു മൂഡും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് ഒരു മിക്സ് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും ബ്രദറിന് ഡെഫിനറ്റ്ലി അതൊരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. പിന്നെ അല്ല, ഇപ്പൊ നമ്മൾ നായകനായിട്ടൊരു പടം ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുള്ളിയോടാണ് നന്ദി പറയേണ്ടത്. കാരണം ഇത് ഹ്യൂമറിൽ തുടങ്ങി ഹൊറർ, ഫാമിലി ഡ്രാമ, ഇമോഷൻസ് എല്ലാം ഉണ്ട്, റൊമാൻസ് എല്ലാം ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡ് റോള് ചെയ്യുമ്പോൾ എനിക്ക് ഈ സിനിമയിലൂടെയാണ് ഞാൻ എല്ലാ ഇമോഷൻസിലൂടെയും കടന്നു പോകുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയത്. അതിന് താങ്ക് യു. നമസ്കാരം. ഞാനിപ്പോൾ പുതിയൊരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഡയറക്ടർ പുതിയ ഒരാളാണ്. എനിക്കെൻ്റെ ചേട്ടൻ്റെ മകനാണ് അഭയ് ശങ്കർ. അഭയ തന്നെയാണ് എൻ്റെ കഥയും എല്ലാം കംപ്ലീറ്റ്, കഥ, തിരക്കഥ, ഡയലോഗ്സ് എല്ലാം അഭയ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ത്രൂ ഔട്ട് ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ്. കേരളം മുക്കാലും തമിഴ്നാട്ടിൽ കഴിഞ്ഞു. ഇത് ഇപ്പോൾ കുറച്ച് ദിവസം കേരളത്തിൽ ഒരു 5-6 ദിവസത്തെ വർക്കേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് പറിച്ച് നടുന്ന അല്ലെങ്കിൽ പോകുന്ന മറ്റൊരു സ്ഥലത്തേക്ക്, തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു അമ്മയ്ക്കും മകനും പറ്റുന്ന അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പടത്തിൻ്റെ ഇതിവൃത്തം. പിന്നെ എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത് കലേഷാണ്. കലേഷ് ഇപ്പോൾ ഫേസസിലൊക്കെ അഭിനയിച്ച കലേഷ്, അദ്ദേഹമാണ് ഹീറോ. ഹീറോയിനായിട്ട് അഭിനയിക്കുന്നത് ശ്രദ്ധ എന്ന മോളാണ്. പിന്നെ നിറയെ പടങ്ങളിൽ അഭിനയിച്ച കുട്ടിയാണ് അവൾ. ബേബി ആർട്ടിസ്റ്റായിട്ടൊക്കെ വന്നതാണ്. ഹലോ, ഞാൻ ശ്രദ്ധ ഗോകുൽ. ഞാനിപ്പോൾ ഉള്ളത് അഭയ് ശങ്കർ ഡയറക്റ്റ് ചെയ്യുന്ന പുതിയ മൂവിൻ്റെ സെറ്റിലാണ്. ആൻഡ് എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് പട്ടം പോലെയാണ്. ലോങ് ബാക്ക്, കുറേ ആയത് ഞാൻ ചെയ്തിട്ട്. ഞാൻ ഡാൻസിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിന്ന് ഞാൻ പിന്നെ ഏഷ്യാനെറ്റിലെ ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയൽ ചെയ്യുന്നു, കൊച്ചുകുട്ടികളുടെ സീരിയൽ. അതിന്നാണ് പട്ടം പോലെ. അത് കഴിഞ്ഞ് ഡാൻസ് പാർട്ടി ചെയ്തു. ഡാൻസ് പാർട്ടിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിഷ്ണു ചേട്ടൻ്റെ ഹീറോയിനായിട്ടാണ് ചെയ്തത്.
അത് കഴിഞ്ഞിട്ടാണ് വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് സാറിൻ്റെ മൂവിയിൽ ചെയ്യുന്നത്. അത് ശരിക്കും എന്താ പറയുക, നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സ്കോപ്പുള്ളൊരു ക്യാരക്ടർ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വലതുവശത്തെ കള്ളനാണ്. ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ടീമിൻ്റെ കൂടെയാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദൃശ്യം 3 വലതുവശത്തെ കള്ളൻ കണ്ടിട്ടാണ് എന്നെ ദൃശ്യം 3യിലേക്ക് വിളിക്കുന്നത്. അതും ജിത്തു സാറിൻ്റെ മൂവിയാണ്, സെയിം ക്രൂ ആണ്. അപ്പം ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നുന്നു ഈ ജേർണിയിൽ. ആൻഡ് കമ്മിങ് ടു ദിസ് പ്രോജക്റ്റ്, ആ ദൃശ്യം 3 കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ പ്രോജക്റ്റ് വരുന്നത്. ഞാൻ കുഞ്ഞിലെ തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടോടെ കുഞ്ഞിലെ തൊട്ട് ഞാൻ ക്ലാസിക്കലി ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് വളരെ ചെറുപ്പത്തിൽ ഒരു 4-5 ഇയേഴ്സിൽ തന്നെ എൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ശരിക്കും ഞാൻ സിനിമാറ്റിക് ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല, പ്യുവർ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ്, ഗണേശേട്ടൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് അമൃതയിലെ സൂപ്പർ ഡാൻസ് ജൂനിയർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ അന്ന് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ച് വെറുതെ ഇട്ടു. അങ്ങനെ ഓഡിഷന് പോകുന്നു. ഒട്ടും സെലക്ട് ആവുമെന്നൊന്നും പ്രതീക്ഷിക്കാതാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. പക്ഷേ ആ 3 ഓഡിഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സെലക്റ്റായി. അമൃത TV-യിലെ സൂപ്പർ ഡാൻസർ ജൂനിയർ എന്ന റിയാലിറ്റി ഷോ കാരണം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ആ ഒരു റിയാലിറ്റി ഷോ കണ്ട ശേഷം തന്നെയാണ് എന്നെ ഏഷ്യാനെറ്റിലെ കുട്ടിച്ചാത്തനെ വിളിക്കുന്നത്. ആൻഡ് ഞങ്ങളൊരു ടീമാണ്. ഞാൻ, ഷെയ്ന്, നവനീത്, ഞങ്ങൾ 3 പേരെയും സൂപ്പർ ഡാൻസർ ജൂനിയർ കണ്ടിട്ടാണ് ബൈജു ദേവരാജ് അങ്കിള് ഏഷ്യാനെറ്റിലെ ഹലോ കുട്ടിച്ചാത്തൻ എന്ന സീരിയലിലേക്ക് വിളിക്കുന്നത്. അത് പിന്നെ എൻ്റെ സീരിയലിൻ്റെയും സിനിമ ഇതിൻ്റെയും ഒരു തുടക്കമായിട്ട് ഹലോ കുട്ടിച്ചാത്തനാണ് പിന്നെ അത് തുടക്കമായിട്ട് മാറിയത്. പിന്നെ അങ്ങനെ ഓരോ പ്രോജക്ട്സും ഒരു പ്രോജക്റ്റ് കണ്ട അടുത്ത പ്രോജക്റ്റിലേക്ക് വിളിക്കുക, അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ദേ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ജാക്കി ജോൺസൺ. ഞാൻ ഇവിടുത്തെ പടം, അതായത് അഭയ് ശങ്കറിൻ്റെ പടത്തിന് ഞാൻ ഒരു ഡിസൈനറായിട്ടാണ് വന്നിരിക്കുന്നത്, സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടല്ല. ഈ പടം എൻ്റെ ഫ്രണ്ടാണ്, ക്യാമറമാനും ഡയറക്ടറും എല്ലാം ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളൊരു എല്ലാവരും ചേർന്ന് ഒരു കൂട്ടായ്മയിൽ ഈ പടം ചെയ്യുകയാണ്. നിറയെ ആർട്ടിസ്റ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ പടം നന്നായിട്ട് ഞങ്ങൾ തീർന്നു. പടം ലാസ്റ്റ് ക്ലൈമാക്സ് ആണെന്ന്. ഈ പടം ക്ലൈമാക്സ് തീർന്നതോടുകൂടി ഈ പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണത്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അത്രയ്ക്ക് നന്നായിട്ട് ഞങ്ങൾ ഈ പടം ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. എത്രയും മാക്സിമം ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഈ പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ചെയ്യണം. നമ്മുടെ കലാരഞ്ജനി ചേച്ചിയുണ്ട്, ഹീറോ, എല്ലാവരും കൂടി വളരെ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി മാതിരിയാണ് ഞങ്ങളിത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വിജയിപ്പിച്ച് തരണം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. എല്ലാം നിങ്ങളുടെയൊക്കെ ആശീർവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പടം ഇനിയും മേലെ അടുത്തടുത്ത പടം എടുക്കാനുള്ള ഒരു നല്ലൊരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ പടം വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ആലോചിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൊറർ മാത്രമാകുമ്പോൾ അത് എന്താ പറയുക, ആ ഒരു ജോണർ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ അത് കാണത്തുള്ളൂ. സോ ആ ഒരു രീതി ചിന്തിക്കുമ്പോൾ ഇതൊരു ഫാമിലി എന്റർടൈനറും അതിന്റെ കൂട്ടത്തിൽ ഉള്ള ഒരു പ്യുവർ ഒരു ഹൊറർ സ്റ്റോറിയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്ലോട്ടും കൂടെ ചേർന്നതാണ്. അപ്പം അതായിരുന്നു ഫസ്റ്റ് ഞാൻ കൊടുത്ത ഒരു പ്രയോറിറ്റി. നമ്മൾ കുറേ ഹൊറർ സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ഹൊറർ സിനിമകളിൽ പോലും ഭയങ്കര ഒരു ത്രില്ലർ സ്വഭാവമാണ് ആ സിനിമകൾക്ക്. ഒരു ഫാമിലി ഹൊറർ ഫിലിം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കുക. ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഇത്. കാരണം ഇതൊരു ഫാമിലിയിൽ നടക്കുന്ന കുറേ രസകരമായ സംഭവങ്ങളും അമ്മയും മകനും തമ്മിൽ ഫുൾ ടൈം അടിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും കൊഞ്ഞിലം കുത്തലുമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ഒരു ഹൊറർ കയറി വന്നാൽ എന്താവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പം അതുകൊണ്ട് അതിനകത്തൊരു വ്യത്യസ്തതയും ഉണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അത് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ്, ഹൊറർ ആണെങ്കിലും ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായും ഒരു നടനായിട്ട് വരാനാണ് ആഗ്രഹിച്ചതും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കയറിയതും നടനായിട്ടാണ്. പിന്നെ മേ ബി ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് ഓരോ സമയത്ത് ഒരു നിമിത്തവും ഓരോ സമയത്തുള്ള ഓരോ തോന്നലും കാരണമാകാം. കാരണം ഞാൻ കഥ എഴുതി വെക്കുമ്പോഴും ഞാൻ എനിക്ക് സംവിധാനം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അല്ല എഴുതിയിരുന്നത്. ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു വന്നതാണ്. പിന്നെ ഈ പറഞ്ഞ കുടുംബ
ഒരു ആ ഒരു ലൈൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു നമുക്ക് ടെൻഷനുള്ള കാര്യം കൂടെയാണ്. തീർച്ചയായും അതൊരു അനുഗ്രഹമാണ്. ബട്ട് അതുപോലെ തന്നെ അങ്ങനെ ഉള്ള പ്രതിഭകളുടെ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഇവൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് തീർച്ചയായിട്ടും ആളുകൾക്ക് ഉണ്ടാവുക. മെയിൻ ടെൻഷൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിൽ ഒരു റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. അല്ല, പക്ഷെ അത് ഞാൻ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ അഭിനയിച്ച് ഇത്രയും ദിവസമായി, ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ സിനിമ കാണുമ്പോൾ ഒരു നവാഗത സംവിധായകൻ്റെ സിനിമയാണ്, അതുകൊണ്ട് ഓക്കെ, അതിന് വേണ്ടി ഓക്കെ, ഫസ്റ്റ് ഫിലിമിന് ഓക്കെ, അങ്ങനെയൊന്നും പറയുന്ന രീതിയിലല്ല. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാനായിട്ട് തന്നെ അത് പറയുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഒരു 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 അറിയപ്പെടുന്ന നല്ല സംവിധായകൻ ചെയ്ത പോലെ തന്നെയാണ് ഈ സിനിമ, അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാരണം ഞാനൊരു കഴിഞ്ഞൊരു 10-12 സിനിമകളിലായിട്ട് കുറേയധികം നല്ല ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ, വിനീതേട്ടനാണെങ്കിലും, SN സ്വാമി സാർ ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സീക്രട്ടിലാണെങ്കിലും, ജിത്തു ജോസഫിൻ്റെ നേര്, അങ്ങനെ കുറേയധികം നല്ല സംവിധായകരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറുമായിട്ട്, ഒരു ഡെബ്യൂ ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ആവും എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കൊരു ചിന്ത പോവുമെങ്കിലും അത് ഫസ്റ്റ് ഡേ തന്നെ അതെല്ലാം മാറി കിട്ടി. കാരണം അത്രയും പരിമിതികളിൽ നിന്ന് കൊണ്ട് എല്ലാ സീൻസും ക്യാപ്ചർ ചെയ്യുക, എന്താണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സിനിമ എടുത്തു തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചായിരുന്നു. അതുകൊണ്ട് റിസ്കിനേക്കാളും കൂടുതലും ആ ചാലഞ്ച് ഏറ്റെടുത്ത് പുള്ളി അത് പൂർത്തിയാക്കി. ഇനിയിപ്പം അടുത്ത് ഇനി സിനിമകളിൽ അഭിനയിക്കാനും കൂടി പറ്റട്ടെ. ഒരു ആക്ടറായിട്ടും കൂടി കണ്ടില്ലേ, അടുത്ത നായകൻ ഇരിക്കുകയാണ് നിങ്ങൾ. ഞാൻ ബേസിക്കലി സാറ്റിസ്ഫാക്ഷൻ എനിക്ക് എന്തൊരു സീൻ ചെയ്താലും ഡാൻസ് ചെയ്താലും എനിക്ക് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ആ സാധനം എനിക്കുണ്ട്. അതെൻ്റെ അമ്മ എപ്പോഴും പറയും, ഒന്നിനും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു കുട്ടിയാണ് ഞാനെന്ന്. പക്ഷേ ഡാൻസ് എന്നും ഒരു പാഷനാണ്. ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് എനിക്ക്. ഡാൻസാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ ഡാൻസ് തന്നെയാണ് എൻ്റെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. പക്ഷേ ഇപ്പോൾ ഐ ഹാവ് സ്റ്റാർട്ടഡ് എൻജോയിങ് ആക്ടിങ് ഓൾസോ. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒന്നും വരാറില്ല. പക്ഷെ എന്നാലും രണ്ടും ഈക്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ഡാൻസ് ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഡാൻസ് ആണെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി, ആ ക്രാഫ്റ്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങി, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം വന്നു തുടങ്ങി. സോ എനിക്ക് ഒരു ആഗ്രഹമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും വേണം. അത് എനിക്ക് ഞാൻ വിളിക്കുന്നവരോടൊക്കെ പറയും, എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്താ പറയുക പ്രൂവ് ചെയ്യാൻ, കുറച്ച് ചെയ്യാനായിട്ടുള്ള ക്യാരക്ടർ. ഇപ്പോൾ അത് ഞാൻ പറയാം, വലതുവശത്തെ കള്ളനല്ലേ വിളിക്കുമ്പോൾ അത് ശരിക്കും ഒരു കുഞ്ഞു ക്യാരക്ടറാണ്. പക്ഷേ അതിലെനിക്ക് നന്നായിട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ റെസ്പോൺസിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് OTT റിലീസായപ്പോഴും ആൾക്കാർ കണ്ടനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആ ക്യാരക്ടർ. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. പിന്നെ എന്താ പറയുക, പിന്നെ നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും, നമ്മൾ പഠിക്കും. അപ്പോൾ ഞാൻ തുടക്കക്കാരിയല്ലേ, അപ്പോൾ നമുക്ക് ഇനിയും പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി എക്സ്പീരിയൻസ് കിട്ടണം. അപ്പോൾ നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അന്യഭാഷാ ചിത്രങ്ങളോട് എനിക്ക് എന്താ പറയുക, അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് അത് ഏത് ആർട്ടിസ്റ്റിനും നമുക്ക് അന്യഭാഷാ ചിത്രങ്ങൾ അഭിനയിക്കാൻ ഇഷ്ടമായിരിക്കും. അതിലായാലും ഞാൻ പറയുന്നത് നല്ല ക്യാരക്ടേഴ്സ്, അത്രയേ ഉള്ളൂ. നല്ല ക്യാരക്ടേഴ്സ്, അഭിനയ സാധ്യതയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു നെഗറ്റീവ് സാധനം കിട്ടിയിട്ടില്ല ഇതുവരെയും. എനിക്ക് തോന്നുന്നു ഞാൻ കുട്ടിച്ചാത്തലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ ഞാൻ ഭയങ്കര കുഞ്ഞാണ്. ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നത് മോളെ, കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഇപ്പോഴും ആ ഒരു സാധനം അവരുടെ മനസ്സിലുണ്ട്. പിന്നെ ഇപ്പോഴും ആൾക്കാർ കുട്ടിയായിട്ട് തന്നെയാണ് കാണുന്നത് തോന്നുന്നു. എനിക്കിതുവരെ എക്സ്പീരിയൻസ് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ഭയങ്കര പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്. അപ്പോൾ എനിക്കറിയില്ല ആ സമയത്ത് എനിക്ക് എന്താ തോന്നുകയെന്ന് എനിക്കറിയില്ല. ലൈക്ക് എന്തും ഫേസ് ചെയ്യണം. നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങുകയാണെങ്കിൽ നെഗറ്റീവ് എന്തായാലും പറയും. പിന്നെ നല്ല നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം എന്തായാലും നമുക്ക് വേണം. നമ്മളത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളതൊന്നും കൂടി നോക്കിയിട്ട് യെസ് ശരിയായില്ല, അടുത്തതിന് ബെറ്റർ ആക്കാം എന്ന സാധനം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് തന്നെ പറയാം.
പിന്നെ ഈ കുറ്റം പറയണം എന്ന് വെച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അത് ആ സമയത്ത് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല, അതേപോലെ ചെയ്യും, അത്രേ ഉള്ളൂ. വിനീതേട്ടന്റെ ചെന്നൈ പാസം പോലെ നമ്മളെ ഇപ്പൊ അടുത്ത അടുത്ത ജനറേഷനിലെ ചെന്നൈ പാസമില്ലാന്നുള്ളതേ ഉള്ളൂ. പാസം. അല്ല, ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പുഴയിലാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ്. കഴിഞ്ഞൊരു 10-12 കൊല്ലമായിട്ട് ചെന്നൈയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമ്മൾ തമിഴുമൊക്കെ പഠിച്ചു. തമിഴ് നല്ലപോലെ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഹൃദയം എന്ന് പറയുന്ന സിനിമ വരുന്നതും. അപ്പോൾ അന്ന് അവിടെ ആദ്യം ചെന്നൈയിൽ പോകുമ്പോൾ നമ്മൾ മലയാളം കലർന്ന ഒരു തമിഴിലൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കുറച്ച് തമിഴൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഹൃദയം പോലൊരു സിനിമ വന്നപ്പോൾ ഞാൻ തമിഴ് പഠിച്ചത് നന്നായി എന്ന് തോന്നി. കാരണം സെൽവ ചെയ്യുമ്പോൾ തമിഴനാണ് എന്ന് തോന്നിക്കണമല്ലോ. അപ്പം ആ രീതിയിൽ പലരും വിചാരിച്ചിട്ടുണ്ട് ഞാൻ തമിഴനാണെന്നല്ലേ. ഇതാണ് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ശരിക്കും ഒരു തമിഴ് ആള് എന്നിട്ട് നമ്മൾ ജഗദമ്മ അഭിനയിക്കുമ്പോൾ അതിനകത്ത് ഫുൾ ട്രിവാൻഡ്രം സ്ലാങ് ആണ്, തിരുവനന്തപുരം സ്ലാങ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, പലതരത്തിലുള്ള സ്ലാങ് പിടിക്കുക, അതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മൾ തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് ഇരുന്നപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് കേരളത്തിലാണെങ്കിലും ഭൂരിഭാഗം കഥ നടക്കുന്നതും ചെന്നൈയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തതും. കുറേ തമിഴ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, തമിഴ് ആക്ടേഴ്സ് കുറേ പേരുണ്ട്. ഇപ്പോൾ രമേശ് തിലക്കിനെ പോലെ, തലൈവാസൽ വിജയ്, പിന്നെ TSR സാറ്, കുംകി അശ്വിൻ, അങ്ങനെ കുറേ അധികം തമിഴ് ആർട്ടിസ്റ്റുകളും ഇതിനകത്തുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നൈയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് ചെന്നൈ ഷൂട്ട് ചെയ്തതെന്നേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ചെന്നൈ പാസം കൊണ്ട് ചെന്നൈ ഷൂട്ട് ചെയ്തതല്ല.